ഒറ്റയടിപ്പാത എന്ന കഥയുടെ തുടർഭാഗം. എൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയറിഞ്ഞ പണിക്കാരി ഉമ്മയെ അറിയിച്ചു ഇക്കാര്യം അറിയുമ്പോഴെങ്കിലും അവർക്ക് സന്തോഷമാകുമെന്ന് ഞാൻ ഓർത്തു. എൻ്റെ വിചാരം വെറുതെയായി. കല്ലുതുള്ളി ഇറങ്ങിയ ഉമ്മയും പിറകെ ബാപ്പയും കൂടി വാതിൽ ചവിട്ടി തുറന്നകത്ത് വന്ന് എടുത്തിട്ടടിച്ചു. എന്നെ നിലത്തിട്ട് ചവിട്ടി ബാപ്പ. പറയടി, ഇത് ആരുടെ കുഞ്ഞാ? അല്ലേൽ നിന്നെ കൊന്നുകളയും ഉമ്മ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇത് എന്ന് പറഞ്ഞു തീരും മുമ്പ്, നീ അന്തസ്സുള്ള എൻ്റെ മരുമകൻ്റെ തലയിൽ വെച്ച് കെട്ടണ്ട. നീ എവിടുന്നാണോ ഈ ചെകുത്താനെ ഒപ്പിച്ചെടുത്തത് അങ്ങോട്ട് പോയിക്കോണം. ഇനി ഇവിടെ കണ്ടുപോകരുത്. എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കൊള്ളണം. ഞാൻ ഉമ്മയെ നോക്കി. അയാൾ കടന്നു പോയി കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് പറഞ്ഞു, നിൻ്റെ ജീവിതമോ തുലഞ്ഞു, എൻ്റെ ജീവിതം കൂടി നശിപ്പിക്കരുത്. ഞെട്ടലോടെയാണ് ഞാൻ അവരുടെ ആ വാക്കുകൾ ശ്രദ്ധിച്ചത്. എല്ലാ അമ്മമാരും ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവരെന്നും അവർക്ക് വേണ്ടി ജീവിക്കുന്നു. അതിശയം തന്നെ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് രാത്രി മുഴുവൻ ഞാൻ ആലോചിച്ചു, ഇനി എന്ത് ചെയ്യും? ഞാൻ എങ്ങോട്ട് പോവും? കയ്യിൽ പണമില്ല, ആഭരണങ്ങളില്ല, കയറി കിടക്കാനാകട്ടെ ഇടവുമില്ലാതെയായി. എൻ്റെ വാക്കുകൾ ആരും വിശ്വസിക്കുന്നുമില്ല. അപ്പോഴാണ് കുഞ്ഞെന്താണ് ആലോചിക്കുന്നത്? തലതിരിച്ച് നോക്കുമ്പോൾ ആമിന താത്ത. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.